ഇപ്പോൾ ജോസഫ് ടാജറ്റ് ഹർജിക്കാരനാണ്, തൃശൂർ DCC പ്രസിഡന്റാണ്, അദ്ദേഹം ചേരുകയാണ്. ശ്രീ ജോസഫ് ടാജറ്റ്, തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അന്ന് ഒരു ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്താം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അറിയേണ്ടത്, ഇങ്ങനെയൊരു ടോൾ പിരിവ് നിർത്തിവെക്കാനിടയായ സാഹചര്യം അതിപ്പോൾ സത്യത്തിൽ മാറിയിട്ടുണ്ടോ? ഈ യാത്ര സുഗമമാകും ഇനി എന്നാണോ കരുതുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള കരാർ ലംഘനങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ കരാർ ലംഘനയിൽപ്പെട്ട കുറെ കാര്യങ്ങളാണ് കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും. അത് പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ താൽക്കാലികമായി ടോൾ നിർത്തിവെച്ചത്. ഇതിന്റെ വിധി ഞാൻ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പുറത്താണുള്ളത്. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാം, കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവിടെ കരാർ ലംഘനം നടന്നു എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഓരോ സമയത്തും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ ഇവരുടെ കരാർ ലംഘനങ്ങളാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിപ്പോ താൽക്കാലികമായി ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ടോ എന്ന കാര്യം മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അന്ന് അത് നടക്കാത്തത് കൊണ്ട് അത് സ്റ്റേ. പക്ഷേ ഇത് കരാർ ലംഘനം ഉണ്ടായി എന്ന് തെളിഞ്ഞാൽ മാത്രം പോരല്ലോ ശ്രീ ജോസഫ് ടാജറ്റ്, അതിനൊരു പൂർണ്ണ പരിഹാരം കൂടി വേണ്ടതില്ലേ? അതെ, അതുകൊണ്ടാണല്ലോ അതിന്റെ നിയമ പോരാട്ടങ്ങൾ ഇനിയും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അഭിമാനിക്കാം, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇവരുടെ ഓരോ കരാർ ലംഘനങ്ങളും നടന്നു എന്നുള്ളത് കോടതിയുടെ ഓരോ നടപടികളിലൂടെ തെളിയപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായി എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോടതി വിധിയെ കുറിച്ച് നോക്കിയതിനു ശേഷം മാത്രമേ ശരി, എന്തായാലും തിങ്കളാഴ്ച മുതൽ